ഒരു ഗേളിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, എന്തിനാണ് ഈ റോഡിൽ വരകൾ വരച്ചിട്ടിരിക്കുന്നത്, ഈ വരകൾ കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്ന്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാതിരിക്കുക, അതായത് ഈ ലൈൻസ് കാണുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ഇങ്ങനെ വിട്ട് കാണും, അപ്പം നമുക്ക് ഉറക്കം വരില്ല, അതിന് വേണ്ടിയിട്ടാണ് റോഡിൽ ഈ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അകത്ത് എയർ ബാഗൊക്കെ പൊട്ടിയിട്ടുണ്ട്, നല്ലൊരു ഇടിയാണേ. ഓ മൈ ഗോഡ്. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് നമ്മളടുത്തുള്ളത് RC390 ആണ്. പക്ഷേ ഇന്ന് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടൈപ്പ് വീഡിയോ അല്ല, ഇന്ന് ഒരു ടോക്ക് വീഡിയോ ആണ്. എന്തിനു പറ്റിയാണ് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സബ്ജക്റ്റിനെ പറ്റി തന്നെയാണ്. പക്ഷേ അതൊരു ചെറിയ സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്ന റെസ്പോൺസും കൂടി ആയപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ടോക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഒരു ചെറിയൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. നിങ്ങളിൽ പലരും അത് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല, ചെയ്യേണ്ടി വരുന്നതാണ് നമ്മുടെ റോഡിൽ. അപ്പോൾ അത് കുറേ പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് പറയണം എന്നുണ്ട്, പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം അത്രയും ഇതിനെപ്പറ്റി പറയാനുണ്ട്. സംഭവമൊന്നുമില്ല, നമ്മുടെ റോഡ്സിലൊക്കെ ഒരുപാട് ടൈപ്പ് ലൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രാഫിക് റൂൾ ലൈൻസുകൾ. അങ്ങനെയുള്ള ലൈനുകളിൽ ഒരു പയ്യൻ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പോട്ടെ, കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള ലൈൻസ് നമ്മൾ എത്രത്തോളം പാലിക്കുന്നുണ്ട്, നമ്മുടെ റോഡിൽ അത് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. എനിക്ക് പലപ്പോഴും പറ്റാറില്ല, സീരിയസ്ലി മനഃപൂർവ്വമല്ല, പക്ഷേ എനിക്ക് പലപ്പോഴും ആ ഒരു സംഭവം പറ്റാറില്ല. ഇതിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് 1.5 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് അതിലെനിക്ക് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു ടോക്ക് വീഡിയോ ആയിട്ട് ഈ ഒരു സംഭവത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ നമുക്ക് RC-യുമായിട്ട് ഇവിടെ നിന്ന് പോവാം. ഇത് അത്യാവശ്യം കിടിലൊരു സ്ഥലമാണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞാൽ അവിടെ ഒരു അപ്പൂപ്പൻ എന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. കാണാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് റോഡിലിറങ്ങിയിട്ട് തീരുമാനിക്കാം. ഒരു R15 അല്ലേ ഇത്? ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങളെല്ലാം റോഡിലിറങ്ങി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ പിന്നെ ഒരു ടാറ്റോ കൊടുക്കാം. ഓക്കെ, എല്ലാവരും ക്ഷമിക്കണം, നമ്മുടെ തുടക്കവും ഇപ്പം നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് എനിക്കറിയാം. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ആംഗിൾ തെറ്റിപ്പോയി, അതായത് ക്യാമറയുടെ ആംഗിൾ മാറിപ്പോയി. വീഡിയോയ്ക്കകത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാനില്ല, ബൈക്കും ഇല്ല, റോഡും ആകാശവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ സംസാരിക്കേണ്ടി വരും. കുറച്ച് മുമ്പ് ഇത് ഷൂട്ട് ചെയ്തതാണ്, അപ്പോഴേക്കും ഞാൻ കറങ്ങിത്തിരിഞ്ഞ് തിരുവനന്തപുരത്തെത്തി. അപ്പോൾ ഇനി കാര്യങ്ങളിലോട്ട് തന്നെ പോവാം. ഈ ലൈൻ റൂൾസ് തെറ്റാണെന്നോ അല്ലെങ്കിൽ ലൈൻ റൂൾസ് ആരും പാലിക്കരുത് എന്നൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഞാൻ ഒരു റൂളിനും എതിരല്ല. എല്ലാവരും ലൈൻ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്, എനിക്കും പ്രോപ്പറായിട്ട് ലൈൻ റൂൾസ് നോക്കി പോകണം എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ റോഡിൽ ഇപ്പോൾ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസിനെ പറ്റി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതും എനിക്ക് തോന്നിയ ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസിനെ പറ്റി മാത്രമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം, എല്ലാവരുടെ അഭിപ്രായം വേണം. കാരണം നിങ്ങളെല്ലാവരും കാറ്, ബൈക്ക് അല്ലെങ്കിൽ ട്രക്ക്, ജീപ്പ് എന്തെങ്കിലുമൊക്കെ റോഡിൽ ഓടിക്കുന്ന ആളുകളായിരിക്കും നല്ലൊരു ശതമാനം പേര് ഈ വീഡിയോ കാണുന്ന. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് കൂടുതലും വേണ്ടത്. എനിക്ക് എൻ്റെ തോട്ട്സ് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഓടിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും എനിക്ക് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ലൈൻ റൂൾസിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ടോക്ക് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. ആക്ച്വലി എനിക്ക് കുറച്ച് അതിശയം തോന്നിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതേ കാര്യത്തിനെ പറ്റി ഞാൻ ഇന്നലെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതായത് എന്താണ് നമ്മുടെ ലൈൻ റൂൾസ് പാലിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്, പാലിച്ച് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ റോഡിൽ, നമ്മുടെ നാട്ടിൽ ഈ റൂൾസ് എത്രത്തോളം പ്രാക്ടിക്കലാണ്, പാലിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ റൂൾസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീലിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഒരു 50% ആളുകൾ അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, റൂൾസ് ഓക്കെയാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ കാണുന്നതാണ്, ഒരു 50% പേരെങ്കിലും കാണുന്നതാണ്. പക്ഷേ ഇന്ന് വരെയും, ഇപ്പോൾ വരെയും അതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് പോലും വന്നിട്ടില്ല പ്രോപ്പർ ആണ് ഈ റൂളെന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റൂൾ ഓക്കെയാണ്, റൂൾസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് ആരും GS ആണ് പോകുന്നത്. വാവ്. ഓക്കെ, ആരും നമ്മൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കണ്ടില്ല. പൊക്കോളൂ ചേച്ചി, പൊക്കോളൂ, സന്തോഷമായിട്ട് പൊക്കോളൂ, അതിനാണല്ലോ സീബ്ര ലൈൻ. ഓക്കെ, അപ്പോൾ ആരും അതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് പോലും ഇടുന്നത് ഞാൻ കണ്ടില്ല.
ഈ റൂൾസ് നല്ലതാണെന്ന് പറഞ്ഞ് പലരും ഇടുന്ന കമൻറ്റ് റോഡ് എവിടെ, വര കാണാൻ ആദ്യം റോഡ് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത്. അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മിക്കവർക്കും എനിക്ക് തോന്നിയ തോന്നലുണ്ട്. അതായത് എൻ്റെ മനസ്സിലെ തോന്നൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ റൂൾസ് ഓക്കെയാണ്, പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ഈ റൂൾസ് നോക്കി പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ട്. അതായത് ഇടിക്കാൻ പോകുന്ന പോലെ, ഇതെല്ലാം നോക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇടി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഈ റൂൾസ് ഒന്നും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ ലൈൻ റൂൾസ് കൂടി നോക്കി വീഡിയോ ചെയ്യും, വീഡിയോയ്ക്കകത്ത് ലൈൻ റൂൾസ് കുറേയൊക്കെ തെറ്റിക്കുന്നുണ്ടെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അവരെടുത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പറയണം എന്നുണ്ട്. അതായത് എനിക്കിത് നമ്മുടെ നാട്ടിൽ ഇത് നോക്കി പോയി കഴിഞ്ഞാൽ ഇത് ഇടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും എൻ്റെ മനസ്സിലെ തോന്നലുകളെല്ലാം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴൊക്കെയാണോ ഞാൻ ഈ ലൈൻ റൂൾസ് എല്ലാം പ്രോപ്പറായിട്ട് നോക്കി പോകുന്നത്, അപ്പോഴൊക്കെ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ, അല്ലെങ്കിൽ ഇത് നോക്കി പോകാൻ എനിക്ക് പറ്റാത്ത പോലെയാണ് തോന്നുന്നത് റോഡിൽ. അത് ഒരിക്കലും ഈ റൂളിൻ്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ ഈ റൂൾസ് നടത്തുന്ന MVDയുടെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നും പ്രശ്നമല്ല. മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ റൂൾസ് നല്ലൊരു ശതമാനം പേരും ഇപ്പോഴും പാലിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അതായത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞുതരാം. ഒരു റോഡിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഹൈവേയിൽ എല്ലാവരും ഈ റൂൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്, നന്നായിട്ട് തന്നെ ഈ കാര്യം നടന്നു പോകും. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രം ഇത് നോക്കുകയും ബാക്കിയുള്ളവർ വളരെ അലക്ഷ്യമായിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ റൂള് പ്രോപ്പറായിട്ട് നോക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാണ് പണി കിട്ടാൻ പോകുന്നത്, അവർക്കാണ് ബുദ്ധിമുട്ട് കിട്ടാൻ പോകുന്നത്, ബാക്കിൽ നിന്ന് തെറി കേൾക്കാൻ പോകുന്നതൊക്കെ അവർക്കാണ്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് അത്രത്തോളം അങ്ങ് പാലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിലാണ് റോഡിൽ കിടക്കുന്നത്. എഗെയിൻ ഞാൻ പറയാം, ഇത് പാലിക്കരുതെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഒരു മോട്ടോ വ്ളോഗറെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഒരിക്കലും ഇത് പാലിക്കരുത്, ആരും ഇത് പാലിക്കരുതെന്ന് പറയാനുള്ളൊരു വീഡിയോ അല്ല ഇത്. ഇത് പാലിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, തുറന്നു പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും ആളുകൾ ഇതിൻ്റെ കാര്യത്തിൽ അത്ര ബോധവാന്മാരല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, ഒരു ഗേളിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, എന്തിനാണ് ഈ റോഡിൽ വരകൾ വരച്ചിട്ടിരിക്കുന്നത്, ഈ വരകൾ കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്ന്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാതിരിക്കുക, അതായത് ഈ ലൈൻസ് കാണുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ഇങ്ങനെ വിട്ട് 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 കാണും, അപ്പം നമുക്ക് ഉറക്കം വരില്ല, അതിന് വേണ്ടിയിട്ടാണ് റോഡിൽ ഈ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മിക്ക ആളുകൾക്കും ഇതിനെപ്പറ്റി ശരിക്കും ഭയങ്കരമായിട്ട് അവെയർഡ് അല്ല, അവർക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് കൂടി വന്നു. അപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ലൈൻ റൂൾസ് എന്താണെന്നൊന്നും പറയുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലത്തെ ഡോട്ടഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ക്രോസ് ചെയ്യാം. സിംഗിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യരുത് എന്നാണ്, ക്രോസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യരുത് എന്നാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ഒരു ഡോട്ടഡ് ലൈനും ഒരു സിംഗിൾ ലൈനും കൂടി റോഡിൻ്റെ നടുക്കൂടെ പോവാണ്. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഡോട്ടഡ് ലൈൻ എന്നുണ്ടെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്തെ സൈഡിൽ സിംഗിൾ ലൈനാണ്, അപ്പോൾ നമുക്ക് എന്ത് കരുതാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടികളൊന്നും ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള വണ്ടീനെ? എനിക്കൊരിക്കലും പറ്റില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട്, അതൊന്നും നോക്കാതെ അപ്പുറത്തുനിന്നൊരു വണ്ടി ഉറപ്പായിട്ടും എടുത്ത് വെക്കും. അങ്ങനെയാണ് നിലവിലെ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, പേഴ്സണലി തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്, ആളുകൾ ഇപ്പോഴും ഇതിനെപ്പറ്റി ബോധവാന്മാരായിട്ടില്ല. അത് ഇവിടെ ഒരു ആക്സിഡൻറ്റോ എന്തോ നടന്നിട്ടുണ്ട്, ഭയങ്കര ബ്ലോക്കാണ്, അറിയില്ല എന്താണെന്നുള്ളത്. അകത്ത് എയർ ബാഗൊക്കെ പൊട്ടിയിട്ടുണ്ട്, ആളുകൾക്ക് കുഴപ്പമില്ലായിരിക്കും എന്തായാലും നല്ലൊരു ഇടിയാണേ. ഓ മൈ ഗോഡ്, 800 പപ്പടമായി, ദൈവമേ. ഓക്കെ, എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ വണ്ടി ഓടിക്കുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റോഡ്സിൻ്റെ ഡൈമെൻഷൻസാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 3 വേ 4 വേ ഒക്കെ ആയിട്ടുള്ള ഹൈവേസിലാണ് ഈ പറയുന്ന ലൈൻ റൂൾസൊക്കെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യേണ്ടതും അപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നതും. വെളിയിലൊന്നും കുഴപ്പമൊന്നുമില്ല. വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സംഭവം നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ റോഡ്സാണ്, 3 വഴി 4 വഴി പാതകളിലാണ് ഈ ലൈൻ റൂൾസൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത്. പക്ഷേ നമ്മുടെ റോഡ്സിൻ്റെ ഡൈമെൻഷൻ ഒരു പ്രശ്നമാണ്. അതിലെ കമൻറ്റ് ബോക്സിൽ ഇട്ട പോലെ, ഇത് റോഡ് എവിടെയാ കുഴി എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത റോഡിലാണ് നമ്മൾ ഈ ലൈൻ റൂൾസ് പാലിക്കാൻ നിൽക്കുന്നതെന്നൂടെ ആലോചിക്കണം. അത് മാത്രമല്ല, ഒരു വലിയ റോഡിലാണ് ഈ ലൈൻ റൂൾസ് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് നോക്കി പോകാനുള്ള സ്പേസും കിട്ടുന്നത്. ഒരു ചെറിയ റോഡിൽ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഈ റോഡിലായിരുന്നാലും വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ ഹൈവേ കൂടി ലൈൻ റൂൾസ് നോക്കി പോകുന്ന പോലെ ഒരുപാട് വണ്ടികളെ കാണുന്നുണ്ട് നീറ്റായിട്ട് പോകുന്നത്. ഇവിടെയൊന്നും എനിക്കും പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷേ ചെറിയ റോഡിൽ ഈ ലൈൻ റൂൾസ് നോക്കുമ്പോഴാണ്
എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു റോഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും വളരെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അവിടെയും കുറച്ച് പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റൂള് പ്രോപ്പറായിട്ട് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ലൈൻ റൂൾസ് കുറേ വണ്ടികളൊക്കെ നന്നായിട്ട് പാലിച്ച് പോകുന്നുണ്ട്. എസ്പെഷ്യലി ഈ റൂൾസ് തെറ്റിച്ചുകൊണ്ട് ഞാൻ കാണുന്ന വണ്ടി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ KSRTC ഒക്കെയാണ്. KSRTC എന്ന് തോന്നുന്നത് നെവർ മൈൻഡാണ്. പല സിറ്റുവേഷനിലും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കയറി വരുന്നത്. ഈവൻ ഒരു 2 വേയിൽ പോലും 1 വേ ആണോ എന്ന് നമുക്ക് തോന്നുന്ന പോലെ സൈഡ് എടുത്ത് വെച്ച് കയറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ KSRTCയിലൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ അവരിതൊന്നും നോക്കാതെ പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, ഇത് മാന്യമായിട്ട് ഈ ലൈൻ റൂൾസൊക്കെ നോക്കി പോകുന്ന വണ്ടികളായിട്ട് എനിക്ക് തോന്നുന്നത് നല്ല ട്രക്കൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാരാണ്. അവർ പിന്നെയും ഇതൊക്കെ നോക്കി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവർ നോക്കി പോകണം, കാരണം അത്രയും ഹെവി ആയിട്ടുള്ള വണ്ടികളാണ്. ആ വണ്ടികളൊക്കെ തന്നെയാണ് എന്താ പറയുക ഈ റൂൾസൊക്കെ പ്രോപ്പറായിട്ട് നോക്കി പോവേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതലും തോന്നുന്നുണ്ട് അവരാണ് കൂടുതലും പിന്നെയും ഇതൊക്കെ നോക്കി പോകുന്നത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ പേരൊക്കെ ഉണ്ട് അല്ലാതെന്ന് എനിക്കറിയാം. എന്നാലും ഭൂരിപക്ഷം ഞാൻ റോഡിൽ കാണുന്ന ലൈൻ റൂൾസൊക്കെ നോക്കി പോകുന്നത് വലിയ വലിയ ട്രക്കുകളാണ് കുറേയൊക്കെ നോക്കി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ടോക്ക് വീഡിയോ ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇൻസ്റ്റയിൽ ഞാൻ അഭിപ്രായം കുറേ പേരുടെ കേട്ടു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മുടെ നാട്ടിൽ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുണ്ടോ? ഈ റൂൾ സിസ്റ്റം ഇപ്പോൾ പ്രാക്ടിക്കലാണോ? പ്രാക്ടിക്കൽ ആണെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ്? പ്രാക്ടിക്കൽ അല്ലെങ്കിൽ എന്താ കാരണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഇത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രാക്ടിക്കൽ ആവേണ്ടതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഞാൻ ഈ റൂൾസിനൊന്നും എതിരല്ല. ആരും ഈ റൂളൊന്നും പാലിക്കരുതെന്നുമല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്താ പറയുക, എല്ലാവരും പാലിച്ച് തന്നെ പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ അത് പാലിക്കുന്ന സമയത്ത് ഇപ്പോഴും കുറേ പേരത് പാലിക്കാതെയും വളരെ കുറച്ച് പേരത് പാലിച്ചും പോകുന്ന സമയത്തുണ്ടാകുന്ന ഡിഫിക്കൽട്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ റോഡുകളിൽ ഇതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്നുണ്ടോ, ഓക്കെ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടോക്ക് വീഡിയോ ഇവിടെ തീരുകയാണ്. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.